ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കിപ്പ് എ ബീറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ഗെയിമിംഗ് ചാനലും കൂടി നിങ്ങളിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരുവാണ്. ഹൈനെക്സ് ഗെയിമിംഗ് എന്നാണ് ഈ ചാനലിന്റെ പേര്. ഇതെന്റെ സ്വന്തം അനുജന്റെ ചാനലാണ്. ഇതില് GTA 5 RP, വാലോറന്റ്, ഫ്രീ ഫയർ ഒക്കെ ലൈവ് ഉണ്ടാകും. പിന്നെ ഡെയിലി ഷോർട്സും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗെയിമിങ്ങിൽ താല്പര്യമുള്ളവര് ആ ചാനലും കൂടി പോയി കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനലിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിന്നും ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവര് ആ ലിങ്കിൽ കൂടി ക്ലിക്ക് ചെയ്ത് ചാനലിലേക്ക് പോവുക. ഇവിടെ തരുന്ന സപ്പോർട്ട് അതേപോലെ തന്നെ അവിടെയും തരുക. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഹീറോന് ഒരു ചാൻസും കൂടി കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹീറോന്റെ അടുത്ത് ഒരു വർഷം കൂടെ താമസിക്കാന്ന് പ്രോമിസ് ഒക്കെ കൊടുക്കും. അതുവല്ലാണ്ട് സുജുവാനെ പറ്റി അവൾ ഇത്രയും നാള് കളക്ട് ചെയ്ത കുറച്ച് ഡീറ്റെയിൽസും എടുത്ത് കൊടുക്കും. നീ എനിക്ക് പ്രോമിസ് ചെയ്തു തന്ന പോലെ സുജുവാന്റെ കേസിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ നിനക്ക് ഒരു പ്രോമിസ് തരുവാണ്. നീ എന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം ഞാൻ നിന്റെ കൂടെ നിന്നോളാന്നും പറഞ്ഞിട്ട് ഹീറോയിന് അങ്ങനെ തന്നെ പോകും. ഹീറോ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ഹീറോയിൻ കൊടുത്ത ആ എവിഡൻസുമായിട്ട് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. എടാ, ഇതെല്ലാം ഹീറോയിൻ കളക്ട് ചെയ്ത എവിഡൻസ് ആണ്. ഇത് വെച്ചിട്ട് നീ ഇതിലും കൂടുതൽ എവിഡൻസ് എനിക്ക് കളക്ട് ചെയ്ത് തരണം. ഞാൻ എന്തായാലും അവളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതാണെന്ന് പറയും. ആ ഓക്കേടാ, ഞാനേ ഇതിലും കൂടുതൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ എന്ന് നോക്കട്ടെ, ഞാൻ എന്തായാലും അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് അവിടെ നിന്ന് പോകും. കുറച്ചു കഴിയുമ്പോഴത്തേക്കും ഹീറോയിനാണെങ്കിലോ വല്ലാണ്ട് ഹീറോയിനെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ തന്നെ ഫോൺ എടുത്തിട്ട് നീ എന്തെടുക്കാണ്, ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് ഒക്കെ നമ്മുടെ ഹീറോയിന് അഴക്കും. പക്ഷേ ഹീറോയിനാണെങ്കിൽ ഒരു റിപ്ലൈയോ അഴക്കില്ല. എന്താണ് ഇവള് റിപ്ലൈ അഴക്കാത്തതെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിനാണ് ഹീറോന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എടാ, നീ എന്തായാലും ഫ്രീ അല്ലേ, നമുക്ക് രണ്ടുപേർക്കും കൂടി യുണ്ണിന്റെ വീട്ടിൽ നിന്ന് ഡിന്നറിന് പോകാം, നീ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു പറയും. ആ ഓക്കെ അമ്മ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഞാനും യുന്നുമായിട്ടുള്ള മാരേജ് ക്യാൻസൽ ചെയ്യും, അതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയും. അപ്പൊ നീ പറഞ്ഞു വരുന്നത് യുന്നിനെ നീ മാരേജ് ചെയ്യില്ല അതല്ലേ നമ്മ ഇങ്ങനെ ചോദിക്കും. ആ അമ്മ, അത് തന്നെയാണെന്ന് ഹീറോയിൻ പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ സൂട്ട് കേസൊക്കെ ആയിട്ട് ഹീറോയിൻ താമസിക്കുന്ന വീടിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നതാണ്. ഹീറോയിൻ വാതിൽ തുറന്ന് നോക്കുമ്പോ ഹീറോയിൻ ഈ കോലത്തിൽ കാണും. എന്താ നീ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അതാ വേറൊന്നുമല്ല, ഞാൻ യുന്നിനെ മാരേജ് ചെയ്യില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. ഇനി കമ്പനിയിലേക്കും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമല്ലാണ്ട് എന്റെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എല്ലാം ബ്ലോക്ക് ആക്കി. ഞാനിപ്പോ പിച്ചക്കാരനായിട്ടാണ് നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. നീ എന്നെ വീട്ടിലേക്ക് കയറ്റില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിൻ ഒന്നും പറയാണ്ട് ഇങ്ങനെ നിൽക്കും. ഹീറോ ആണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യേണ്ട അകത്തേക്ക് കയറിയിരിക്കും. ഹീറോയിൻ അങ്ങനെ തന്നെ ഒരു നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് നൂഡിൽസ് കഴിച്ചു തീർക്കുക, എന്നിട്ട് വന്ന പോലെ തന്നെ തിരിച്ചിറങ്ങുക. നേരെ ചെന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാല് ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട്. അവിടെ പോയിട്ട് റൂം എടുത്ത് താമസിച്ചോ, ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയും. ഹേയ് ജിൻ, നിനക്ക് എന്താ മനസ്സാക്ഷി ഇല്ലേ? ഞാൻ പറഞ്ഞതല്ലേ എന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ല, അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ് പോലും ഇല്ലാന്ന്. എന്നിട്ട് നീ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോവാണെന്ന് ഇങ്ങനെ ഹീറോ ചോദിക്കും. എന്നാ ഓക്കെ, നീ എന്തായാലും റൂം എടുത്ത് താമസിച്ചോ, നിന്റെ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറയും. വേണ്ട, നീ എന്റെ കൂടെ 3 വർഷം താമസിച്ചതല്ലേ, അതേപോലെ ഞാൻ നിന്റെ കൂടെ 1 വർഷം താമസിച്ചോളാം. നീ എനിക്ക് 1 വർഷം ടൈം തന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാന്ന് പറയും. ആ ഓക്കെ, എന്നാ നിന്നോ. പക്ഷേ എന്നെ കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് സർവ് ചെയ്യാനൊന്നും പറ്റില്ല, അത് ഞാൻ നിർത്തിന്ന് പറയും. വേണ്ട, നീ എനിക്ക് സർവ് ചെയ്യണ്ട, ഇത്രയും നാള് നീയല്ലേ എന്നെ നന്നായിട്ട് തന്നെ നോക്കിയത്, അപ്പോഴൊന്നും എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല, അതെന്റെ തെറ്റാണ്. ആ ഒരു തെറ്റ് തിരുത്താനുള്ള ചാൻസ് ആണ്. ഇനി എന്തായാലും ഞാൻ നിനക്ക് സർവ് ചെയ്തോളാന്ന് പറയും. ആ ഓക്കെ, എന്നാ വാ, ഞാൻ നിനക്ക് റൂം കാണിച്ചു തരാന്നും പറഞ്ഞിട്ട് ഒരു റൂം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അതാണെങ്കിൽ വളരെ ചെറിയൊരു റൂമാണ്. ഹീറോനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അയ്യേ, എനിക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടില്ല, ഇത് വളരെ ചെറിയ റൂമാണ്, ഞാൻ ഇവിടെ കിടക്കില്ല എന്ന് പറയും. ആണോ, നീ ഇവിടെ കിടക്കില്ലേ? അങ്ങനെയാണെങ്കിൽ പെട്ടിയൊക്കെ എടുത്തോ, വിട്ടോ, ഇവിടെ നിന്ന് വിട്ടോ എന്ന് ഹീറോയിൻ ഇങ്ങനെ പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ആരാ പറഞ്ഞത്? എനിക്ക് ഇതേ ഇഷ്ടപ്പെട്ട്, ഇത് കണ്ട സൂപ്പർ ബെഡാണെന്നും പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ തന്നെ കയറി അതിന്റെ പൊക്കത്തേക്ക് കിടക്കും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഹീറോയിനും അങ്ങനെ തന്നെ അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഹീറോ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വരുമ്പോ ഒരു നോട്ട് ഹീറോയിന് വേണ്ടിയിട്ട് ഹീറോയിൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊരു അർജന്റ് വർക്ക് ഉണ്ട്, അപ്പൊ ഞാൻ വരാനായിട്ട് ഇത്തിരി ലേറ്റ് ആകുമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് എഴുതി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം
ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അവളെ ഒന്ന് ഞെട്ടിക്കണം. ഞാൻ എന്തായാലും ഈ വീട് മുഴുവനും ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണെന്നും പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ തന്നെ പോയിട്ട് കട്ടള്ള എല്ലാ പൊടിയൊക്കെ തട്ടും. ജനല് തുടക്കുവാണെന്നുള്ള പേരിൽ സോപ്പ് പത കൊണ്ട് എന്തുകൊണ്ടൊക്കെ കാണിച്ചു വെക്കും. അത് മൊത്തം സോപ്പ് പതയായിരിക്കും. എന്നാലും അത് നോക്കിയിട്ട് ഓ സൂപ്പർ, ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ജനല് തുടച്ചേക്കുന്നതെന്നും പറഞ്ഞിട്ട് അടുത്ത് തന്നെ തുണിയൊക്കെ വാഷ് ചെയ്ത് അത് അഴയിൽ വിരിക്കാനായിട്ട് പോകും. മര്യാദക്ക് വിരിച്ചിടാണ്ട് എങ്ങനെ വിരിക്കണമെന്ന് പോലും നമ്മുടെ ഹീറോയിന് അറിയാൻ പാടില്ല. അത് വേറൊരു കാര്യം. അങ്ങനെ തന്നെ ചുരുട്ടി കൂട്ടി അതുമേലൊക്കെ വെക്കും. എന്നിട്ട് അതുവരെ നോക്കിയിട്ട് ഓ നീ എന്തൊരു ഗ്രേറ്റ് ആണ്, നീ ഒരു കലാകാരനാണ്, കണ്ട എല്ലാ പണിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്, അഴയിലൊക്കെ തുണിയൊക്കെ നല്ല കിഡുവായിട്ടാണ് വിരിച്ചേക്കണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ പൊക്കിയടിക്കും. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി ചെയ്താലേ ഹീറോയിൻ ഫ്ലാറ്റ് ആകുള്ളൂ എന്നും പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വെച്ച് പിടിക്കും. കുക്ക് ചെയ്യാനൊന്നും നമ്മുടെ ഹീറോയിനെ അറിയാൻ പാടില്ല. എന്നാലും യൂട്യൂബ് നോക്കി കുക്ക് ചെയ്യാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതേ ടൈം ഹീറോയിനെ കാണിക്കാണ്. ഹീറോയിൻ ഡിന്നർ കഴിക്കാനായിട്ട് യാനിന്റെ കൂടെ പോകും. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ യാൻ ചോദിക്കും, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്തായി, നീ എന്റെ കൂടെ ഫ്രാൻസിലേക്ക് വരുന്നുണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, ഞാൻ വരുന്നില്ല, എന്തായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് ഹീറോയിനും പറയും. ഓക്കെ, എന്തായാലും ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല, എല്ലാം നിന്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ. ഞാൻ നാളെ ഫ്രാൻസിലേക്ക് പോവാണ്, യാത്ര കേൾക്കാൻ വിരോധമില്ലെങ്കിൽ ഒന്ന് എയർപോർട്ട് വരെ വാന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ തന്നെ വീട്ടിലേക്ക് ചെല്ലും. ഹീറോയിൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഹീറോയിൻ ഇത് കണ്ട് വല്ലാത്ത ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, എന്താ നീ ഇത്രക്ക് ലേറ്റ് ആയത്, എന്തായാലും വാ നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം, നിനക്ക് വേണ്ടിട്ട് ഒരുപാട് ഡിഷൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. വീട് കിടക്കുന്ന കോലം കണ്ട് ഹീറോയിന് വല്ലാത്ത ടെൻഷൻ ആകും. എന്താ നീ കാണിച്ചു വെച്ചിട്ടുള്ളത്, ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കരുത്, നീ എന്തൊക്കെ കാണിച്ചെന്നും പറഞ്ഞിട്ട് ഒരുപാട് ചീത്തയൊക്കെ പറയും. ഹീറോയിനാണെങ്കിൽ വല്ലാണ്ട് ടെൻഷൻ ആകും. രാവിലെ മുതൽ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ടാണല്ല ഇതൊക്കെ ചെയ്തത്, ഒന്നും അറിയാൻ പാടില്ലെങ്കിലും ചെയ്ത് വെച്ചതാണല്ല, അതുകൊണ്ട് തന്നെ വല്ലാത്ത ടെൻഷനായിട്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ എന്നെ ചീത്ത പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടിട്ട് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്, എന്നിട്ട് നീ എന്നെ ചീത്ത പറയുവാണോന്നും ചോദിച്ചിട്ടുണ്ട് ഹീറോയിൻ ഇട്ടേക്കുന്ന ജാക്കറ്റിലേക്ക് നോക്കും. ഇതെന്താണ്, ഇത് ആണുങ്ങൾ ഇടുന്ന ജാക്കറ്റ് ആണല്ലോ, അല്ല ഇത് യാനിന്റെ ജാക്കറ്റ് അല്ലേ, അപ്പൊ നീ ഇന്ന് യാനിന്റെ കൂടെയാണ് ഡിന്നറിന് പോയത്, യാനല്ലേ നിനക്ക് ഈ ജാക്കറ്റ് ഇട്ട് തന്നത്, നീ എപ്പോഴും ഓർമ്മ വേണം, ഇപ്പോഴും നീ എന്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണ്, നീ എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് എന്തിന് കണ്ട ആണുങ്ങളുടെ കൂടെ ഡിന്നറിനായിട്ട് പോയത്, എനിക്കിത് ഇഷ്ടമില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിന് ഒരുപാട് ചീത്തയൊക്കെ പറയും. ഹീറോ ചീത്ത പറയുന്ന കേട്ട് ഹീറോയിന് ഭ്രാന്താകും. അങ്ങനെ തന്നെ ഒരു അടി വെച്ച് കൊടുത്ത് ഒരു ബെൽറ്റ് എടുത്ത് ഹീറോന്റെ കൈ ബാക്കിൽ കൂടെ കെട്ടി വെച്ച് അങ്ങനെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടക്കും. ആ ടൈമിലാണ് താനും ഇതേപോലെ തന്നെ ഹീറോയിനെ പുറത്താക്കി വാതിലടച്ച കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. ഞാൻ അവളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അവളെ ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഇനി ഒരിക്കലും ഞാൻ അവളെ വിഷമിപ്പിക്കില്ല, അത് ഉറപ്പാണെന്നും പറഞ്ഞിട്ട് ഹീറോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പുറത്ത് തന്നെ നിൽക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ഹീറോയിന്റെ ഫ്രണ്ട് കോൾ ചെയ്യുമ്പോഴാണ് ഹീറോയിൻ എഴുന്നേക്കുന്നത്. ജിൻ നീ ഫ്രീ ആണോ, ഫ്രീ ആണെങ്കിൽ എന്റെ അടുത്തേക്ക് ഒന്ന് വരാമോ, ഒരു അർജന്റ് മാറ്റർ ഉണ്ടെന്ന് പറയും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന് എഴുന്നേറ്റ് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ ഹീറോ ആണെങ്കിൽ പുറത്ത് ഒരു ചെടിയുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങായിരിക്കും. ഇത് കണ്ട് ഹീറോയിനും വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. എന്തായാലും ഹീറോ അകത്തേക്ക് കയറിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഹീറോയിൻ വാതിൽ പൂട്ടാണ്ടായിരിക്കും പോകുന്നത്. കുറച്ച് കഴിയുമ്പോ ഹീറോന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരും. ഹീറോന്റെ കിടപ്പ് കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ അങ്ങനെ തന്നെ ഫോൺ എടുത്തിട്ട് 2-3 ഫോട്ടോസ് അങ്ങനെ എടുക്കുക. ആ ഫോട്ടോയുടെ ഫ്ലാഷ് അടിച്ച് നമ്മുടെ ഹീറോയും എഴുന്നേക്കും. എന്താടാ നീ കാണിക്കുന്നത്, എന്റെ ഫോട്ടോയൊന്നും എടുക്കല്ലേ, ആദ്യം തന്നെ നീയേ ഈ കെട്ടൊന്ന് അഴിച്ചുവിടെന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് ഫ്രണ്ട് ആണെങ്കിൽ എന്തായാലും ഹീറോയിന് നിന്റെ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ടടാ, നീ അകത്തേക്ക് കയറട്ടെ എന്ന് വിചാരിച്ച് അവളുടെ വീട് പൂട്ടാണ്ടാണ് ഇവിടുന്ന് പോയേക്കുന്നതെന്ന് പറയും. ഹീറോനും ഇത് കേട്ട് ചെറിയൊരു സന്തോഷമൊക്കെ വരും. അങ്ങനെ തന്നെ ഫ്രണ്ട് വന്നിട്ട് ആ കയറൊക്കെ അഴിച്ചു വിട്ടിട്ട് ഇവര് രണ്ടും കൂടി അകത്തേക്ക് ചെല്ലും. നിനക്ക് എന്താടാ ഇത്ര പെട്ടെന്നൊരു മാറ്റം, അമ്മയാണെങ്കിൽ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് കമ്പനിയിൽ നിന്നും ചവിട്ടി പുറത്താക്കി എല്ലാം കണ്ട ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എല്ലാം ബ്ലോക്ക് ആക്കി ഒരു പിച്ചക്കാരനാക്കിയാണ് വിട്ടത്, എന്നിട്ട് നീയാണെങ്കിൽ ഇവിടെ ഭയങ്കര ജോളിയായിട്ടിരിക്കുന്നത്, ഇതെന്താടാ, ഇതെന്താ സംഭവം എന്ന് ഇങ്ങനെ ചോദിക്കും. എന്റെ അമ്മയുടെ ദേഷ്യമല്ലേ, അതൊന്നും കുഴപ്പമൊന്നുമില്ലടാ, അതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ഹീറോയിന്റെ ദേഷ്യം കണ്ട എനിക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റുന്നില്ല, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് വീട് തുടച്ചിട്ട് പൊടി തട്ടി ജനലൊക്കെ തുടച്ച് അവൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് എന്നിട്ട് അവൾ എന്നെ കണ്ടിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞടാന്നും പറഞ്ഞിട്ട് ഹീറോന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഹീറോ ഇരുന്ന് പുലമ്പാനായിട്ട് തുടങ്ങും. അല്ലടാ എനിക്കൊരു സംശയം, നീ ഹീറോയിന്റെ കൂടെ 1 വർഷമല്ലേ ഇരിക്കുള്ളൂ, എന്നിട്ട് നീ എന്തിനാണ് അവളുടെ അടുത്ത് ഇത്രക്ക് സിൻസിയർ ആയിട്ട് പെരുമാറുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും.
1 വർഷം കൊണ്ട് ഞാൻ എന്തായാലും അവളുടെ അടുത്ത് എന്റെ ലവ് പ്രൂവ് ചെയ്യും. അതിനുശേഷം എന്തായാലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഒരിക്കലും ഞാൻ അവളെ വിട്ടുകളയില്ല. എടാ നീ ഒരു ഉപകാരം ചെയ്, എനിക്ക് എങ്ങനെയെങ്കിലും അവളെ ഇംപ്രസ് ചെയ്യണം, അതിനെന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതാന്ന് ഹീറോ ഇങ്ങനെ പറയൂ. എടാ നീയേ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് അതേപോലെ ചെയ്യുന്ന പറയും. ആ ഓക്കെ എനിക്കിപ്പോ മനസ്സിലായി എന്നും പറഞ്ഞിട്ട് ഹീറോ നേരെ സീന നമ്മുടെ ഹീറോയിന്റെ അനിയനെ കാണാനായിട്ട് ചെല്ലും. അനിയൻ അങ്ങനെ തന്നെ ഒരു ട്രഷർ ബോക്സ് ഒക്കെ എടുത്തു കൊടുക്കും. ഇതേ എന്റെ ചേച്ചി കുഞ്ഞുനാള് മുതൽ സൂക്ഷിക്കുന്നതാണെന്നും പറഞ്ഞിട്ട് ആ ബോക്സ് ഒക്കെ തുറന്ന് കാണിക്കും. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഹീറോനാണെങ്കിൽ എനിക്കിപ്പോ കിട്ടി, എനിക്ക് ഐഡിയ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ വീട്ടിലേക്ക് വരും. എന്നിട്ട് റോസ് പെറ്റൽസ് കൊണ്ടിട്ട് വീട് ഫുള്ളും ഡെക്കറേറ്റ് ചെയ്യും. അതിനുശേഷം ഹീറോയിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു റാബിറ്റിന്റെ ഹെയർ ബാൻഡും ബാക്കിൽ ഒരു വാലും വെച്ച് ഒരു റോസും എടുത്തു വെച്ചിട്ട് വെൽക്കം ഹോം ഇങ്ങനെ പറഞ്ഞാലെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യും. ആ ടൈമിനാണ് ഹീറോയിന്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരുന്നത്. ഞാൻ എന്റെ കൊളീഗ്സുമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു അർജന്റ് വർക്ക് തീർക്കാനായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. നീ എന്തായാലും അവിടെ നിൽക്കണ്ട, അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിക്കോന്നായിരിക്കും ആ മെസ്സേജിലുള്ളത്. ഹീറോ ആണെങ്കിൽ ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ എന്തിനാണ് വെറുതെ ഇവിടെ നിന്ന് പോകുന്നത്, ഞാൻ എന്തായാലും പോകുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കും. കുറച്ച് കഴിയുമ്പോഴാണ് പുള്ളിക്കാരൻ ഓർത്തെടുക്കുന്നത്, അയ്യോ ഞാൻ ഈ ഒരു ഗെറ്റപ്പിലാണല്ലോ നിൽക്കുന്നത്, ഇങ്ങനെ എന്നെ മറ്റുള്ളവർ കണ്ട എന്റെ ഇമേജ് എന്താകും, ദൈവമേ അവര് വരുന്നതിന് മുമ്പ് എനിക്ക് എവിടെയെങ്കിലും ഒളിക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ റൂമിലേക്ക് ഓടി പോകും. ആ ടൈമിന് തന്നെ ഹീറോയിനും കൊളീഗ്സും കൂടി അങ്ങോട്ടേക്ക് വരും. ഹീറോയിന്റെ വീട് മുഴുവനും റോസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കാണുമ്പോഴത്തേക്കും എന്താണ് മാഡത്തിന് റോസ് അത്രയ്ക്ക് ഇഷ്ടമാണ്, വീട് ഫുള്ളും റോസ് ആണല്ലോ എന്നിങ്ങനെ ചോദിക്കും. ഇത് കാണുമ്പോ തന്നെ ഹീറോയാണ് എന്തോ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിനൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ടൊക്കെ നിൽക്കും. അങ്ങനെ ഇവരെല്ലാരും കൂടിയിരുന്ന് വർക്കൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോ അതിലുള്ള ഒരു പെൺകുട്ടി, മാഡം നന്നായിട്ട് തണുക്കുന്നുണ്ട്, ഞാനേ ജാക്കറ്റ് കൊണ്ടുവരാൻ മറന്നുപോയി, ഒരു ജാക്കറ്റ് തരുമോ, അതെവിടെയാണുള്ളത്, ഞാൻ പോയി എടുത്തോളാന്ന് പറയും. നീ പോയി എടുത്തോ, എന്റെ റൂമിലുണ്ട്, ദേ അവിടെയാണെന്ന് പറഞ്ഞ റൂമൊക്കെ കാണിക്കും. അങ്ങനെ ആ പെൺകുട്ടി പോയി കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ അങ്ങനെ തന്നെ ഹീറോയിന് മെസ്സേജ് അയക്കും. അല്ല നീ എവിടെയാണുള്ളത്, എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോ അപ്പൊ തന്നെ ഞാൻ നിന്റെ റൂമിലുള്ള ഒരു കബോർഡിലാണെന്ന് പറയും. അപ്പോഴാണ് ഹീറോയിന് ഷോക്കാകുന്നത്, ഇപ്പോഴല്ലേ ഒരു പെൺകുട്ടിനെ അങ്ങോട്ടേക്ക് വിട്ടത്, അവളെങ്ങാനും ഹീറോനെ കണ്ടുപിടിച്ചാ എന്താകും എന്റെ അവസ്ഥയെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ഇരുന്ന് ആലോചിക്കാനായിട്ട് തുടങ്ങും. അതേ ടൈമിന് ആ പെൺകുട്ടി പുറത്തൊക്കെ നോക്കിയിട്ട് ജാക്കറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് അവിടെയുള്ള കബോർഡ് തുറക്കാനായിട്ട് പോകും. ആ പെൺകുട്ടി വലിച്ചിട്ടാണെങ്കിൽ കബോർഡ് തുറക്കുന്നില്ല. നമ്മുടെ ഹീറോ അതിനുള്ളിൽ ഇരുന്നിട്ട് തുറക്കാണ്ടിരിക്കാൻ വേണ്ടി ടൈറ്റ് ആയിട്ട് വലിച്ചു പിടിച്ചേക്കായിരിക്കും. അപ്പൊ തന്നെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് വേറൊരു ജാക്കറ്റ് ഒക്കെ എടുത്തു കൊടുത്ത് ആ പെൺകുട്ടീനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അപ്പോഴാണ് രണ്ടുപേർക്ക് സമാധാനം ആവുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാവരുടെയും വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ഹീറോയും ഇവര് പോയിട്ടുണ്ടാകുമെന്നും പറഞ്ഞിട്ട് ഇവരുടെ കണ്ണി പെടാണ്ടിരിക്കാനായിട്ട് മുകളിൽ നിന്ന് ഇറങ്ങി പയ്യെ പുറത്തു കൂടി വരികയായിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ കൊളീഗ്സിന്റെ ഫ്രണ്ടിൽ തന്നെ ചെന്ന് നമ്മുടെ ഹീറോ പെടും. ഹീറോനെ കണ്ടവരും അല്ല എന്താ ബോസ് നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കും. അതുമല്ലാണ്ട് ഹീറോ ഇപ്പൊ റാബിറ്റിന്റെ ഗെറ്റപ്പിലാണല്ലോ ഇരിക്കുന്നത്. ഇത് കണ്ട് കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി വായും പൊത്തി പിടിച്ച് ചിരിക്കും. ഇതും കൂടി ആകുമ്പോഴത്തേക്കും ഹീറോന് ടെൻഷനായിട്ട്, എന്താണ് നീയൊക്കെ എന്നെ നോക്കി എന്തിനാ കളിയാക്കുന്നത്, നീയൊക്കെ എന്തിനാ ഇവിടെ വന്നത്, അത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകുന്നു പറഞ്ഞിട്ട് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ അകത്തേക്ക് കയറിയിട്ട് ആ റാബിറ്റിന്റെ ഗെറ്റപ്പൊക്കെ മാറ്റി വല്ലാണ്ട് ടെൻഷൻ ആയിട്ടിരിക്കും. അപ്പൊ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരും. നീ എന്തിനാ ഇങ്ങനത്തെ ഗെറ്റപ്പൊക്കെ ഇട്ട് ഇവിടെ നിന്നേച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അതാ ഞാൻ നിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, നിന്റെ അനിയൻ ഒരു ട്രഷർ ബോക്സ് നിന്റെയാണെന്നും പറഞ്ഞെടുത്ത് കാണിച്ച് അതില് നീ ഒരുപാട് റാബിറ്റിന്റെ പോസ്റ്ററൊക്കെ വെട്ടി ഒട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിനക്ക് റാബിറ്റ് ഇഷ്ടമായിരിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഗെറ്റപ്പൊക്കെ ഇട്ട് നിന്നേന്ന് ഹീറോയും ഭയങ്കര നാണിച്ചു പറയും. അയ്യോ നിനക്ക് എന്താണ് വിവരമില്ലേ, ഇതൊക്കെ ഞാൻ കുഞ്ഞുനാളില് ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണ്, വലുതായി വരുമ്പോഴത്തേക്കും അതൊക്കെ തന്നെ ഇഷ്ടമാകുമെന്ന് നീ എന്തിനാ ഇങ്ങനെ ചിന്തിച്ചത്, നീ എന്തായാലും എന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയും കാണിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലും. എന്നിട്ട് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യും. കപ്പിൾസിനായിട്ടുള്ള കപ്പുകള്, കപ്പിൾസിനായിട്ടുള്ള ചപ്പല്, കപ്പിൾസിന്റെ ബ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് ചെല്ലും. ഹീറോയിൻ വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഹീറോ അങ്ങനെ തന്നെ ഓടി വന്നിട്ട് ഹീറോയിന്റെ പോലെ തന്നെ വേറൊരു കളറിലുള്ള ചപ്പല് ഹീറോയിൻ ഇട്ട് കൊടുക്കും. ഇതൊക്കെ കണ്ടിട്ട് നീ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചെന്ന് ഹീറോയിൻ ഇങ്ങനെ ചോദിക്കും. അതൊന്നുമില്ല, ചുമ്മാ ഒരു രസത്തിന് വാങ്ങിച്ചതാണ്, ഇതിട്ട് നടന്നാലേ സൂപ്പർ ആയിരിക്കും, ഇത് നടന്നു നോക്കുന്നു പറഞ്ഞിട്ട് ഹീറോയിനും കൂടി അകത്തേക്ക് ചെല്ലും. അത് കഴിയുമ്പോ തന്നെ ഹീറോ, അതെ ഞാനൊരു ഡേറ്റിംഗ് ആപ്പ് നമ്മളുടെ രണ്ടുപേരുടെയും ഫോണിലേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ഒരു ഫോട്ടോയും കൂടി
അപ്ലോഡ് ചെയ്യണം, വാ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ ആപ്പിലേക്ക് അപ്ലോഡ് ഒക്കെ ചെയ്തിടും. നമ്മൾ ഇന്ന് മുതൽ ഡേറ്റിംഗ് ആരംഭിക്കുകയാണ്, ഇത് കണ്ടാ നമുക്ക് ഒരു വീടും കൂടി ഞാൻ ഇതിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആ ആപ്പ് എടുത്തിട്ട് ഹീറോയിന് കാണിച്ചു കൊടുക്കും. അതിനുള്ളില് ഒരു വീടൊക്കെ കാർട്ടൂൺ പോലെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇവര് രണ്ടുപേരും ഇരിക്കുന്ന പോലെയൊക്കെ ഉള്ള സീനൊക്കെ ഹീറോയിന് കാണിച്ചു കൊടുക്കും. ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. ഹീറോ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോ ഹീറോയിൻ കുക്ക് ചെയ്തോണ്ടിരിക്കുവായിരിക്കും. ഇത് കാണുമ്പോ ഹീറോയിന് വല്ലാത്ത സന്തോഷമൊക്കെ ആകും. നീ എനിക്ക് വേണ്ടിട്ടല്ലേ ടിഫിൻ ശരിയാക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് വേണ്ടിട്ടല്ല, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടിട്ടേ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, വിശക്കുമ്പോ വേണമെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കി കഴിച്ചോന്നും പറഞ്ഞിട്ട് ടിഫിനൊക്കെ പാക്ക് ചെയ്ത് പുള്ളിക്കാരി ഇറങ്ങും. വീക്കെൻഡ് ആയിട്ട് ഈ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് ഇവളെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നും പറഞ്ഞിട്ട് ഹീറോ ഫോളോ ചെയ്തും പോകും. ജിന്നാണെങ്കിൽ ഒരു ലൈബ്രറിയിലേക്ക് കയറും. എന്തായാലും യാനിന്റെ കൂടെ സംസാരിക്കാനായിട്ടായിരിക്കും അവള് ലൈബ്രറി പോകുന്നതെന്നും പറഞ്ഞിട്ട് ഹീറോ പുറകെ തന്നെ വെച്ച് പിടിക്കും. ഹീറോയിന് ഒരു ബുക്കൊക്കെ എടുത്ത് നോക്കി അത് തിരിച്ച് ഷെൽഫിലേക്ക് വെച്ച് അവിടെ നിന്ന് നീങ്ങും. ഹീറോയും ഇത് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറകെ ചെന്ന് ആ ബുക്കൊക്കെ എടുത്ത് നോക്കി വായിക്കും. അതാണെങ്കിൽ സൂജുവാന്റെ കൂടെ ഹീറോയിൻ ലൈബ്രറിയിലൊക്കെ പോയിരുന്നപ്പോ എടുത്ത് വായിച്ചിട്ടുള്ള ബുക്കാണ്. ഇത് വായിക്കുമ്പോഴാണ് ഹീറോയിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അന്ന് സൂജുവാനും ഹീറോയിനും കൂടിയുള്ള ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോ അതിന്റെ പിന്നിൽ തന്നെ ഹീറോയിൻ സൂജുവാന്റെ കൂടെ പോയിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുമല്ലാണ്ട് കുറെ ആഗ്രഹങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വായിച്ചത് ഓർമ്മ വരും. അങ്ങനെ തന്നെ ഹീറോയിൻ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കും. ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ വീഡിയോക്ക് ലൈക്കും അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇത് ഞങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും. അപ്പോ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.